അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ ഖുർആൻ അതിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതങ്ങളുടെ ഒരു സങ്കേതമായി, ഒരു കലവറയായി കണ്ടെത്താൻ കഴിയും. ചെറിയൊരു ഉദാഹരണം മാത്രം ഇവിടെ വിവരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിൽ 19 ഹർഫുകളാണുള്ളത്. 19 എന്ന അക്കവും ഖുർആനിൽ തന്നെ ചില സൂറത്തുകളുമായുള്ള ബന്ധവും നോക്കാം. പരിശുദ്ധ ഖുർആനിൽ ആദ്യം അവതരിച്ച സൂറത്തുൽ കലം, ഇഖ്റ ബിസ്മി എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഈ സൂറത്തിൽ 19 ആയത്തുകളാണുള്ളത്. നോക്കുക, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൽ 19 ഹർഫുകൾ, ഖുർആനിൽ ആദ്യം അവതരിച്ച സൂറത്തിൽ 19 ആയത്തുകൾ. ഈമാൻ കാര്യം നമുക്കറിയാം, 6 എണ്ണമാകുന്നു. 6നെ ബിസ്മിയിലെ ഹർഫായ 19 കൊണ്ട് ഗുണിച്ചാൽ 114 ഉത്തരം കിട്ടുക. 114ൻ്റെ പ്രത്യേകത, പരിശുദ്ധ ഖുർആനിൽ ആകെ 114 സൂറത്തുകളാണുള്ളത്. ഈമാൻ കാര്യങ്ങളുടെ എണ്ണമാകുന്ന 6 ബിസ്മിയിലെ ഹർഫാകുന്ന 19 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 114. പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ. ഇനി സൂറത്ത് യാസീൻ സൂറത്തിൽ യാ എന്ന ഹർഫ് 237 തവണയും സീൻ എന്ന ഹർഫ് 48 തവണയും ആവർത്തിച്ച് വരുന്നു. യാ സീൻ ഈ രണ്ടും കൂട്ടിയാൽ 285 ഉത്തരം കിട്ടുക. 15 കൊണ്ട് 19നെ ഗുണിച്ചാൽ 285 എന്ന ഉത്തരം ലഭിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, സൂറത്ത് ഷൂറയും സൂറത്ത് കാഫും തുടങ്ങുന്നത് കാഫ് എന്ന ഹർഫ് പറഞ്ഞുകൊണ്ടാണ്. ഈ 2 സൂറത്തിലുമായി കാഫിൻ്റെ ആവർത്തനം 114 ആകുന്നു. 114 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് നാം ആവർത്തിച്ച് പറഞ്ഞു, ഏവർക്കും അറിയാവുന്നതാണ്. ഈമാൻ കാര്യമാകുന്ന 6 കൊണ്ട് ഗുണിച്ചാൽ 19നെ ഗുണിച്ചാൽ 114 ഉത്തരം കിട്ടും. കാഫ് എന്ന സൂറത്തിൻ്റെ പ്രത്യേകത. ഇതുപോലെ ഹാമീം എന്ന് ആവർത്തിച്ച് വരുന്ന, ഹാമീം കൊണ്ട് തുടങ്ങുന്ന 7 സൂറത്തുകളുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഈ സൂറത്തുകൾ 7ലും കൂടെ ഹാ എന്ന ഹർഫ് 304 തവണയും മീം എന്ന ഹർഫ് 1862 തവണയും ആവർത്തിച്ചു വരുന്നു. ഹാ മീം ഈ 2 ഹർഫുകൾ മൊത്തം കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം 2166. ഇവിടെ ശ്രദ്ധിക്കുക, ആകെ സൂറത്തുകളാകുന്ന 114നെ ബിസ്മിയിലെ ഹർഫുകളാകുന്ന 19 കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടുന്നത് 2166, മേൽ പറഞ്ഞ ഉത്തരം. ഇനി ഇതൊന്നും കൂടാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ഹർഫുകളുടെ എണ്ണമായ 19, നരകത്തിൻ്റെ കാവൽക്കാരായ സബാനിയാക്കളാകുന്ന മലക്കുകളുടെ എണ്ണവും 19 ആകുന്നു. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ, അതിൻ്റെ അത്ഭുത മഹത്വങ്ങൾ മനസ്സിലാക്കാൻ ഇൻഷാ അല്ലാഹ് അദ്കാർ ബുക്സിൻ്റെ തുടർന്നുള്ള ഓരോരോ ചാനലുകളുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും അല്ലാഹു തആല നന്മ വരുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.